അഞ്ജനാപുത്രനായ ഹനുമാൻ ജനിച്ചത് ഒരു അദ്ഭുത ശിശുവായിട്ടായിരുന്നു. അദ്ഭുത സിദ്ധിയുള്ള ഒരു കുട്ടിക്കുരങ്ങ്. ഈ കുട്ടിക്കുരങ്ങിന് എങ്ങനെയാണ് ഹനുമാൻ എന്ന പേര് ലഭിച്ചത് എന്ന് നോക്കാം. ഒരിക്കൽ അമ്മ അടുത്തില്ലാത്ത ഒരു അവസരത്തിൽ ആകാശത്തിലേക്ക് നോക്കുന്ന ഈ കുട്ടി കാണുന്നത് ചുവന്നു തുടുത്ത ഒരു പഴം. സൂര്യദേവനെ കണ്ട് പാകം വന്ന പഴുത്ത പഴം ആണെന്ന് തെറ്റിദ്ധരിച്ച് ആ പഴം കഴിക്കാൻ വേണ്ടി ഈ കുട്ടിക്കുരങ്ങ് ഉയരത്തിലേക്ക് ഒറ്റച്ചാട്ടം. ആ ചാട്ടത്തിന്റെ വേഗതയിൽ അവൻ സൂര്യദേവന് സമീപം എത്തുന്നു. സൂര്യദേവനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ കുട്ടി ഐരാവതത്തെ ഉപദ്രവിക്കുന്നു. ഇതറിഞ്ഞ് കോപാകുലനായ ദേവേന്ദ്രൻ തന്റെ വജ്രായുധമെടുത്ത് ആ കുട്ടി കുരങ്ങിനെ വെട്ടുന്നു. വജ്രായുധം കൊണ്ട് ഇടത്തെ താടിയെല്ലിലും കവിളിലും വെട്ടേറ്റ് പാവം കുട്ടിക്കുരങ്ങ് താഴെ ഭൂമിയിൽ പതിച്ചു. ഇതിൽ കോപം പൂണ്ട വായുദേവൻ തന്റെ പുത്രനെയും എടുത്തുകൊണ്ട് പാതാള ലോകത്തിലേക്ക് പോയി. വായു സ്തംഭിച്ചു. ശ്വാസം ലഭിക്കാതെ ദേവഗണങ്ങളും മനുഷ്യഗണങ്ങളും മൃഗങ്ങളും എല്ലാവരും അവശരായി. വായുദേവൻ തന്റെ സമരം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഈ ലോകം മുഴുവൻ ശ്വാസം ലഭിക്കാതെ നശിക്കും. ഇതിൽ ഭയന്ന ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ച് സങ്കടം ബോധ്യപ്പെടുത്തുന്നു. ദേവന്മാരുടെ സങ്കടം കണ്ട ബ്രഹ്മാവാകട്ടെ പാതാള ലോകത്തിലേക്ക് ചെല്ലുന്നു. അദ്ദേഹം പാതാള ലോകത്തിൽ ചെന്ന് ബോധരഹിതനായി കിടക്കുന്ന വായുപുത്രനെ ഒന്ന് തലോടി. തലോടലേറ്റ ഉടനെ വാനര ശിശു എഴുന്നേൽക്കുന്നു. ബ്രഹ്മാവിനും ദേവന്മാർക്കും എല്ലാം സമാധാനമായി. ഇതോടുകൂടി വായുദേവൻ തന്റെ സമരം അവസാനിപ്പിച്ചു. സന്തുഷ്ടരായ ദേവന്മാർ വരങ്ങൾ നൽകി ഈ ശിശുവിനെ അനുഗ്രഹിച്ചു. ദേവേന്ദ്രന്റെ വജ്രായുധം കൊണ്ട് ഈ കുട്ടി കുരങ്ങിന്റെ താടിയെല്ല് മുറിഞ്ഞിരുന്നു. ആ മുറിവിന്റെ പാട് താടിയിൽ അവശേഷിക്കുന്നതിനാൽ ഹനുമാൻ എന്ന പേര് ലഭിച്ചു. ഹനു എന്നാൽ താടിയെല്ല് എന്നാണ് അർത്ഥം. അങ്ങനെ വായുപുത്രന് ഹനുമാൻ എന്ന പേര് ലഭിക്കുന്നു. അഞ്ജനയുടെ പുത്രനായതുകൊണ്ട് ആഞ്ജനേയൻ എന്ന പേരും ലഭിച്ചു. കൂടാതെ മാരുതി, വായുനന്ദനൻ, അനിലാത്മജൻ എന്നീ പേരുകളിലൊക്കെ ഹനുമാൻ സ്വാമി അറിയപ്പെടുന്നു. അഞ്ജനാപുത്രനായ ഹനുമാൻ ചെറുപ്പത്തിൽ വളരെ വികൃതിയായിരുന്നു. ഒരു അനുസരണയും ഇല്ലാതിരുന്ന ഒരു കുട്ടി കുരങ്ങ്. ആശ്രമങ്ങളിൽ കയറി ഇറങ്ങി പല അക്രമങ്ങളും കാണിക്കുക എന്നത് അഞ്ജനാപുത്രന്റെ ഒരു ശീലമായിരുന്നു. പിതാവായ വായുദേവൻ എത്ര ഉപദേശിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇവന് ലഭിച്ചിട്ടുള്ള വരദാനങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആശ്രമവാസികളെല്ലാം ക്ഷമിച്ചിരുന്നു. ആശ്രമത്തിലെ ഹോമകുണ്ഡത്തിലെ തീ കെടുത്തുക, പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുക, ആശ്രമ പരിസരങ്ങളൊക്കെ വൃത്തികേടാക്കുക എന്നിവയായിരുന്നു ശീലം. അങ്ങനെയിരിക്കെ ഒരിക്കൽ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഒരു മഹർഷി ഇവനെ ശപിക്കുന്നു. ഹനുമാന്റെ ശക്തി അവൻ സ്വയം അറിയാതെ പോകട്ടെ എന്നതായിരുന്നു ശാപം. ശപിച്ചെങ്കിലും ആ മഹർഷി ശാപമോക്ഷവും നൽകി. ആരെങ്കിലും ഓർമ്മപ്പെടുത്തുമ്പോൾ സ്വന്തം ശക്തികളെ കുറിച്ച് അറിയാൻ ഇടവരട്ടെ എന്നതായിരുന്നു ശാപമോക്ഷം. അതുകൊണ്ടായിരുന്നു സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്താൻ ഹനുമാന് സാധിക്കും എന്ന് ജാമ്പവാന് ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. ഇതുപോലെയുള്ള പുരാണ കഥകളും വീഡിയോകളും കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.